മെട്രോളജിയുടെ മൊഡ്യൂൾ 4 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മൊഡ്യൂൾ 4ലെ എല്ലാ ടോപ്പിക്സും നമ്മൾ നോക്കണില്ല. എല്ലാ ടോപ്പിക്സും നമ്മുടെ നോട്ടിലുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിനകത്ത് വരുന്ന എല്ലാ ടോപ്പിക്സ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ നോട്ടിലുണ്ട്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4ലെ ചോദിക്കാൻ സാധ്യതയുള്ള 7 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കമ്പാരറ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് കമ്പാരറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർക്ക് പീസിൻ്റെ ഡൈമെൻഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല സാധാരണ നമുക്ക് കമ്പാരറ്ററുകൾ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ വെർനിയർ കാലിബറൊക്കെ പോലെ ഒരു വർക്ക് പീസിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നതിനോ അല്ലെങ്കിൽ ഡയമെൻഷൻ കണ്ടെത്തുന്നതിനോ വേണ്ടിയിട്ടല്ല നമ്മൾ കമ്പാരറ്റർ ഉപയോഗിക്കാറ്. കമ്പാരറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് പീസിൻ്റെ ഡയമെൻഷനിലുണ്ടാവുന്ന ചെറിയ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. നമുക്കൊരു സ്റ്റാൻഡേർഡ് വർക്ക് പീസ് ഉണ്ടാവും. ആ വർക്ക് പീസിൽ നിന്ന് ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ അത് മാനുഫാക്ചർ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഡയമെൻഷനിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ആ ചെറിയ വ്യത്യാസങ്ങളെ ആംപ്ലിഫൈ ചെയ്ത് വലുതാക്കി നമുക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ് കമ്പാരറ്ററുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അതിൻ്റെ ഡയമെൻഷനിൽ വരുന്ന വളരെ ചെറിയ മിസ്റ്റേക്കുകളെ എടുത്തു കാണിക്കുക എന്നുള്ളതാണ് കമ്പാരറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കമ്പാരറ്ററുകൾ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. 4 രീതിയിലുള്ള കമ്പാരറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് ആദ്യത്തേത് മെക്കാനിക്കൽ കമ്പാരറ്റർ, രണ്ടാമത്തേത് ഇലക്ട്രിക്കൽ കമ്പാരറ്റർ, മൂന്നാമത്തെ ഒപ്റ്റിക്കൽ, നാലാമത്തെ ന്യൂമാറ്റിക്. ഈ 4 കമ്പാരറ്ററുകളെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതിൻ്റെ ആദ്യത്തേത് നമുക്ക് ഡിസ്കസ് ചെയ്യാം മെക്കാനിക്കൽ കമ്പാരറ്റേഴ്സ്. വൺ ഓഫ് ദ മോസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കമ്പാരറ്ററാണ് മെക്കാനിക്കൽ കമ്പാരറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്ന പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒരു പ്ലഞ്ചറാണ്. ഈ കാണുന്ന പാർട്ട് 1 ആണ് പ്ലഞ്ചർ. അതുപോലെ തന്നെ പിന്നെ ഈ 2, 3 എന്ന് പറയുന്ന ഗിയർ മെക്കാനിസം വരുന്നുണ്ട്. പിന്നെ നമുക്ക് റീഡിംഗ് എടുത്ത് കാണിക്കാൻ എന്നതിന് വേണ്ടിയിട്ട് നാലാമത്തെ പോയിന്ററും അതുപോലെ തന്നെ അവിടെ ഒരു സ്കെയിലും വരുന്നുണ്ട്. അപ്പോൾ ഈ പ്ലഞ്ചർ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മുടെ സർഫസ് ആയിട്ട് കോൺടാക്ട് വരുന്നത്. നമുക്ക് ഏത് സർഫസിലുള്ള ഡയമെൻഷൻ്റെ വ്യത്യാസമാണോ കണ്ടുപിടിക്കേണ്ടത് ആ ഡയമെൻഷനായിട്ട് കോൺടാക്ട് വരുന്നത് നമ്മുടെ പ്ലഞ്ചറാണ്. അപ്പോൾ പ്ലഞ്ചർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർഫസ് ഇപ്പോൾ ടെസ്റ്റ് പീസ് ആയിട്ടുള്ള സർഫസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സർഫസ് ഇപ്പോൾ ഒരു ഷാഫ്റ്റ് ആയിരിക്കും. ഈ ഷാഫ്റ്റ് നമ്മൾ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഷാഫ്റ്റ് കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്ലഞ്ചർ ഷാഫ്റ്റായിട്ട് കോൺടാക്ട് വരും. അപ്പോൾ നമ്മുടെ ഷാഫ്റ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡയമെൻഷനുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഭാഗത്ത് ഡയമീറ്ററിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെങ്കിൽ ആ വേരിയേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ പ്ലഞ്ചർ മേലോട്ടും അതുപോലെ തന്നെ താഴത്തോട്ടും മൂവ് ചെയ്യും. ഇപ്പോൾ ചെറിയൊരു ഡിപ്രഷൻ, ചെറിയൊരു കുഴി നമ്മുടെ സർഫസിൽ ഉണ്ടെങ്കിൽ പ്ലഞ്ചർ അതിനനുസരിച്ച് താഴത്തോട്ട് മൂവ് ചെയ്യും. ഇനി വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഉയർന്ന സർഫസ് എവിടെയെങ്കിലും ആ ഷാഫ്റ്റിൽ വരുന്നുണ്ടെങ്കിൽ ഈ പ്ലഞ്ചർ നേരെ മേലോട്ട് പോകും. അതായത് സർഫസിൽ വരുന്ന ചേഞ്ചിനനുസരിച്ചിട്ട് നമ്മുടെ പ്ലഞ്ചർ മേലോട്ട് താഴത്തോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ആ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ മൂവ്മെൻ്റ് ആയിരിക്കും. കാരണം നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ ഡിഫക്റ്റുകളാണ് ഈ ഡയൽ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ മെക്കാനിക്കൽ കമ്പാരറ്റർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ പ്ലഞ്ചർ മേലോട്ടും താഴത്തോട്ടൊക്കെ മൂവ് ചെയ്യുമ്പോൾ അത് അത്രയും ചെറിയ മൂവ്മെൻ്റ് ആയിരിക്കും. അത്രയും ചെറിയ മൂവ്മെൻറ്റ് നമുക്ക് സ്കെയിൽ ഒരിക്കലും കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ചെറിയ മൂവ്മെൻറ്റിനെ ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വലുതാക്കി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മാഗ്നിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗിയർ മെക്കാനിസം ഉപയോഗിക്കുന്നത്. മാഗ്നിഫൈ എന്ന് പറഞ്ഞാൽ വലുതാക്കുക. അപ്പോൾ അങ്ങനെ വലുതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിയർ മെക്കാനിസം യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ വലുതാക്കിയ മാഗ്നിഫൈ ചെയ്ത ആ മൂവ്മെൻറ്റിനെ നമ്മൾ ഒരു പോയിന്റർ ഉപയോഗിച്ചിട്ട് സ്കെയിലിൽ കാണിക്കും. ഇനി സ്കെയിലിൻ്റെ ഏറ്റവും ലീസ്റ്റ് കൗണ്ട്, ഏറ്റവും ചെറിയ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 0.01 മില്ലിമീറ്റർ ആണ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും ചെറിയ മെഷർമെൻ്റ് ആണ് അവിടെ എടുക്കുന്നത്. പിന്നെ ഈ പറയുന്ന അറേഞ്ച്മെൻറ്റുകളൊക്കെ ഒരു മെറ്റൽ കേസിൻ്റെ അകത്തായിരിക്കും കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി പ്ലഞ്ചർ ഇപ്പോൾ മേലോട്ട് പോയി വിചാരിക്കുക. പോയ പ്ലഞ്ചർ അതുപോലെ തന്നെ റിട്ടേൺ താഴത്തോട്ട് വരണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തൊരു സ്പ്രിംഗ് കൊടുത്തിട്ടുണ്ടാവും. ഈ സ്പ്രിംഗ് ആയിരിക്കും ഈ പ്ലഞ്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നത്. മേലത്തോടും താഴത്തോട്ടുള്ള മൂവ്മെൻറ്റിന്, റിട്ടേൺ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് സ്പ്രിംഗ് ആയിരിക്കും. ഇനി അടുത്തത് ഇലക്ട്രിക്കൽ കമ്പാരറ്ററാണ്. മെക്കാനിക്കൽ നമ്മൾ കണ്ടു ഗിയർ മെക്കാനിസം കാര്യങ്ങളൊക്കെയാണ് പ്ലഞ്ചറിൻ്റെ മൂവ്മെൻറ്റ് ആംപ്ലിഫൈ ചെയ്ത്. ഇവിടെ അത് മാറിയിട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഇവിടെ ഒരു പ്ലഞ്ചർ സിസ്റ്റം ഉണ്ട്. ഈ കാണുന്നതാണ് പ്ലഞ്ചർ എന്ന് പറയുന്നത്. ഇനി പ്ലഞ്ചറിൻ്റെ മേലെയായിട്ട് ഒരു തിൻ സ്റ്റീൽ സ്ട്രിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പിന്നെ വരുന്നത് 2 കോയിലുകളാണ്. 2 കോയിലുകൾക്ക് നമ്മൾ പേര് കൊടുക്കുന്നത് കോയിൽ എ ആൻഡ് ബി എന്നാണ്. അപ്പോൾ 2 കോയിൽസ് ഉണ്ട്. ഈ 2 കോയിൽസിൻ്റെ കറക്റ്റ് സെൻട്രലായിട്ട് നമ്മളൊരു ആർമേച്ചർ കോയിലും കൂടെ കൊടുത്തിട്ടുണ്ട്. ആർമേച്ചർ കോയിൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ആ കോയിലിനെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം കോയിൽ എ ആൻഡ് ബി മൂവ് ചെയ്യില്ല, അവർക്ക് ഫിക്സഡ് പൊസിഷനാണുള്ളത്. അപ്പോൾ ആർമേച്ചർ കോയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കോയിൽ എയുടെയും ബിയുടെയും ഇടയിൽ കിടന്ന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മൾ ലോഡ് സെൽ പഠിച്ചപ്പോൾ അവിടെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിനെ പറ്റി പറഞ്ഞായിരുന്നു. അതായത് റെസിസ്റ്റൻസിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. കോയിലുകളെ അറേഞ്ച് ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഇലക്ട്രിക്കലിൽ. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗം ലോഡ് സെൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. 2 കണ്ടീഷനാണുള്ളത്. ഒരു ബാലൻസ്ഡ് കണ്ടീഷനും ഒരു അൺബാലൻസ്ഡ് കണ്ടീഷനും. ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാലനോമീറ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, കറണ്ട് ഡിറ്റക്ട് ചെയ്യുന്ന വസ്തു. ഈ ബാലൻസ്ഡ് കണ്ടീഷനിൽ ഗാലനോമീറ്റർ ഡിഫ്ലക്ഷൻ ഒന്നും കാണിക്കില്ല, അതിൻ്റെ പോയിന്റർ അനങ്ങില്ല. ഇനി അൺബാലൻസ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ ഗാലനോമീറ്ററിൻ്റെ പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യും, അതായത് ഗാലനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്, ഇവിടെ കോയിലുകൾ എയും ബി ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ അർമേച്ചർ കറക്റ്റ് സെൻറ്ററിൽ ഇരുന്നാൽ മാത്രം, എയിൽ നിന്നും ബിയിൽ നിന്നും കറക്റ്റ് ഈക്വൽ ഡിസ്റ്റൻസിൽ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഇരുന്നാൽ മാത്രമാണ് നമുക്ക് അവിടെ ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ബാലൻസ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ ഗാലനോമീറ്ററിലൂടെ കറണ്ട് ഒന്നും കടന്നു പോകില്ല. അതുകൊണ്ട് നമ്മുടെ ഡയലിൽ ഒരു ഇൻഡിക്കേഷൻ ഉണ്ടാവില്ല, അത് സീറോയിൽ തന്നെ ആയിരിക്കും നിൽക്കണം. ഇനി നമ്മൾ സർഫസിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണോ സർഫസിൽ ചെറിയൊരു പൊക്കം അല്ലെങ്കിൽ ചെറിയൊരു താഴ്ച വരുന്നത്, അന്നേരം അതിനനുസരിച്ചിട്ട് നമ്മുടെ പ്ലഞ്ചർ താഴത്തോട്ടും മേലോട്ടും മൂവ് ചെയ്യും. അങ്ങനെ പ്ലഞ്ചർ താഴത്തോട്ടും മേലോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത്
സ്റ്റീൽ സ്ട്രിപ്പിലോട്ട് ട്രാൻസ്ഫർ ആവാണ് ചെയ്യണത്. അതായത് പ്ലഞ്ചർ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ തിൻ സ്റ്റീൽ സ്ട്രിപ്പും മൂവ് ചെയ്യും. തിൻ സ്റ്റീൽ സ്ട്രിപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിനനുസരിച്ച് നമ്മുടെ അർമേച്ചർ കോയിൽ മൂവ് ചെയ്യും. അർമേച്ചർ കോയിൽ സെൻറ്ററിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ബാലൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യണത്. ബാലൻസിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അൺബാലൻസ്ഡ് കണ്ടീഷൻ എത്തും. അതായത് ഗാലനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ഗാലനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷനിൽ നിന്ന് നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് എത്രത്തോളം ആണ് ആ മെഷർമെൻറ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഇലക്ട്രിക്കൽ കമ്പാരറ്ററുടെ വർക്കിംഗ്. വർക്കിംഗിൽ താഴെ പറഞ്ഞിരിക്കുന്നത് ബാലൻസ്ഡ് കണ്ടീഷനും അതുപോലെ തന്നെ അൺബാലൻസ്ഡ് കണ്ടീഷനെ പറ്റിയിട്ടാണ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ന്യൂമാറ്റിക് കമ്പാരേറ്റർ ആണ്. ന്യൂമാറ്റിക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, എയർ ആപ്ലിക്കേഷനായിട്ട് വരുമ്പോഴാണ് നമ്മൾ ന്യൂമാറ്റിക് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ എയർ ആണ് നമ്മൾ യൂസ് ചെയ്യാറ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ എയർ ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എയർ കംപ്രസർ യൂസ് ചെയ്യും. ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്ത എയർ ഫിൽറ്ററിലൂടെ കടന്നു പോകും. അതെന്തിനായിരിക്കും? എയറിലുണ്ടാകുന്ന ഇമ്പ്യൂരിറ്റീസ്, പൊടിപടലങ്ങൾ, കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എയർ ഫിൽറ്റർ യൂസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു കൺട്രോൾ ഓർഫീസ് ഉണ്ട്. അതായത് കടന്നു പോകുന്ന എയറിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു കൺട്രോൾ ഓർഫീസ് ഉണ്ട്. ഇനി പ്രഷർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ് ഈ താഴെ കൊടുത്തേക്കണം. ഈ കടന്നു പോകുന്ന എയറിൻ്റെ പ്രഷർ മെഷർ ചെയ്യുന്ന സിസ്റ്റമാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു ഡിപ്പ് ട്യൂബ് ഉണ്ട്. ആ ഡിപ്പ് ട്യൂബ് ഇറക്കി വെച്ചിരിക്കുന്നത് ഒരു വാട്ടർ ടാങ്കിൻ്റെ അകത്താണ്. വാട്ടർ ടാങ്കിൽ നിന്ന് ഒരു മാനോമീറ്റർ നമ്മൾ മേലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രഷറിൽ വരുന്ന വേരിയേഷൻ അനുസരിച്ചിട്ട് ആ പ്രഷറിൻ്റെ ഇൻഡിക്കേഷൻ, പ്രഷർ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ കടന്നു പോകുന്ന പ്രഷറിനനുസരിച്ചിട്ട് ഈ മാനോമീറ്ററിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ ലെവൽ മേലോട്ടും താഴത്തോട്ടും മാറിക്കൊണ്ടിരിക്കും. മാനോമീറ്റർ ലെവൽ നോക്കിയിട്ടാണ് നമ്മൾ എയറിൻ്റെ പ്രഷർ ഇവിടെ അളക്കുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത്. അപ്പോൾ പ്രഷർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിപ്പ് ട്യൂബും വാട്ടർ ടാങ്കും മാനോമീറ്റർ സിസ്റ്റം നമ്മളോട് കൊടുത്തിരിക്കുന്നത്. ഇനി കൺട്രോൾ ഓർഫീസ് വഴി എയർ കടന്നു പോകും. ഗേജിങ് ഹെഡ് എന്ന് പറയുന്ന ഭാഗത്ത് എയർ എത്തും. ഇനി നമുക്ക് ഈ ഒരു വർക്ക് പീസിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള സൈസിൽ വേരിയേഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഡയമീറ്റർ, ഈ വർക്ക് പീസിൻ്റെ. അപ്പോൾ ആ ഡയമീറ്ററിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗേജിങ് ഹെഡ് ഈ വർക്ക് പീസിൻ്റെ അകത്തോട്ട് കയറ്റുന്ന സമയത്ത് ഈ ഗേജിങ് ഹെഡിലുള്ള ഹോൾസ് വഴി, പാത്തുകൾ വഴി, കണ്ടോ രണ്ട് സൈഡിലും പാത്ത് ഉണ്ട്, ഈ പാത്ത് വഴി എയർ പുറത്തോട്ട് ഫ്ലോ ചെയ്യും. ഇനി യാതൊരു തരത്തിലുള്ള വേരിയേഷനും സൈസിൽ യാതൊരു തരത്തിലുള്ള വേരിയേഷനും ഇല്ലെങ്കിൽ ഇവിടെ നമ്മുടെ പ്രഷർ മെഷർ ചെയ്യുന്ന ഭാഗത്ത് നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ അകത്തും അതുപോലെ തന്നെ ഈ മാനോമീറ്ററിൻ്റെ അകത്തും വാട്ടറിൻ്റെ ലെവൽ എന്ന് പറയുന്നത് തുല്യ ലെവലായിരിക്കും, ഒരേ ലെവലിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ. ഇനി എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻ ഈ പറയുന്ന സർഫസുകളിൽ ഉണ്ടെങ്കിൽ അന്നേരം ഒരു ബാക്ക് പ്രഷർ ഫോം ചെയ്യുകയാണ് ചെയ്യണത്. അതായത് ഇവിടെ നിന്ന് എയറിന് കടന്നു പോകാൻ ഒരു റെസ്ട്രിക്ഷൻ വരും. അവിടെ ഒരു തടസ്സം ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ആ തടസ്സം മൂലം എന്താണ്? എയറിൻ്റെ ഫ്ലോനെ അത് ബാധിക്കും. എയറിൻ്റെ ഫ്ലോനെ അത് ബാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ബാക്ക് പ്രഷർ, എയർ കറക്റ്റായിട്ട് കടന്നു പോകാത്തത് മൂലം ഒരു ബാക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ആ ബാക്ക് പ്രഷർ മൂലം ഇവിടെയുള്ള മാനോമീറ്ററിൻ്റെ ലെവലിൽ വ്യത്യാസം വരും. അതായത് ഈ ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ ലെവലിൽ നിന്ന് മേലോട്ടോ താഴത്തോട്ടോ മാറ്റം വരാം. ഇങ്ങനെ മാറ്റം വരുന്നതിൻ്റെ ബേസിസിലാണ് നമ്മളിവിടെ സൈസിലുള്ള വേരിയേഷൻ അളക്കുന്നത്. ഈ രീതിയിലുള്ള കമ്പാരറ്ററിനെയാണ് നമ്മൾ ന്യൂമാറ്റിക് കമ്പാരറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 3 കമ്പാരറ്റർ നമ്മൾ ഇതിനകത്ത് നോക്കി. അതായത് ഒപ്റ്റിക്കൽ കമ്പാരറ്റർ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ന്യൂമാറ്റിക് കമ്പാരറ്റേഴ്സ്. അടുത്തത് 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റനാണ് കോർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ, CMM-നെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. വിത്ത് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് CMM-ൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പാർട്ടുകൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ കാണുന്ന ഹാച്ച് ചെയ്തിരിക്കുന്ന പാർട്ടാണ് നമ്മുടെ വർക്ക് പീസ്, നമുക്ക് ഇൻസ്പെക്ട് ചെയ്യേണ്ട പാർട്ട്. ഇനി ഇവിടെ ഒരു പ്രോബ് ഹെഡ് ഉണ്ട്. ആ പ്രോബ് ഹെഡിൽ നിന്ന് ഒരു പ്രോബ് സ്റ്റെം താഴത്തോട്ട് പോകുന്നുണ്ട്. ആ പ്രോബ് സ്റ്റെമ്മിൻ്റെ ഏറ്റവും അടിയിലുള്ള പോയിൻ്റർ ഭാഗത്തെയാണ് നമ്മൾ പ്രോബ് ടിപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് എടുക്കുന്ന മെഷർമെൻറ്റ്സ് കാര്യങ്ങൾ ഒരു കൺട്രോൾ യൂണിറ്റ് വഴിയാണ് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് പോകുന്നത്. കമ്പാരറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് കോർഡിനേറ്റ് മെഷീൻ CMM യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോമെട്രീസിൻ്റെ ഡൈമെൻഷൻ മെഷർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളൊരു ക്യൂബ് ഷേപ്പുള്ള ഒരു സാധനം അതിൻ്റെ അടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡൈമെൻഷൻ, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഉൾപ്പെടെയുള്ള പൂർണ്ണമായിട്ടുള്ള ഡൈമെൻഷൻ ട്രേസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് CMM മെഷീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വർക്ക് പീസിൻ്റെ ഷേപ്പ് ട്രേസ് ഔട്ട് ചെയ്യണമെങ്കിൽ, ജോമെട്രി ട്രേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രോബ് ടിപ്പ് എന്ത് ചെയ്യണം? നമ്മുടെ വർക്ക് പീസിൽ മുട്ടണം. അപ്പോൾ പ്രോബ് ടിപ്പാണ് നമ്മുടെ വർക്ക് പീസിൽ മുട്ടുന്നത്. ഇനി പ്രോബ് ടിപ്പ് വർക്ക് പീസിൽ കൂടെ ഓടുന്ന സമയത്ത് വർക്ക് പീസിൻ്റെ ഷേപ്പിനനുസരിച്ച് മേലോട്ട് താഴത്തോട്ടൊക്കെ മൂവ് ചെയ്യും. ആ മോഷൻ ട്രാൻസ്ഫർ ചെയ്ത് പ്രോബ് ഹെഡിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രോബ് സ്റ്റെമ്മിൻ്റെ ഫംഗ്ഷൻ. ഇനി പ്രോബ് ഹെഡിൽ എത്തിക്കഴിഞ്ഞാൽ പ്രോബ് ഹെഡിന് 3 ആക്സിസിലുള്ള മോഷനാണുള്ളത്: എക്സ്, വൈ ആൻഡ് ഇസഡ്. അതിൻ്റെ അകത്ത് ഇസഡ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ് ഹെഡിൻ്റെ മേലോട്ടും താഴത്തോട്ടുള്ള മൂവ്മെൻറ്റാണ്. ഇനി വൈ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ് ഹെഡിൻ്റെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടുള്ള മൂവ്മെൻറ്റാണ്. ഇനി കൂടാതെ ഒരു ആക്സിസ് കൂടെ ഉണ്ട്, എക്സാക്സിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഇതിൻ്റെ അത് കാണിക്കാൻ പറ്റില്ല. എക്സാക്സിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ടു ദ പേപ്പർ ആൻഡ് ഔട്ട് ഓഫ് ദ പേപ്പറാണ്. നമ്മൾ ഈ സ്ക്രീനിൽ, അപ്പോൾ നമ്മൾ സ്ക്രീനിലാണ് കാണുന്നത്, അങ്ങനെ നമുക്ക് പറയാം ഇൻ ടു ദ സ്ക്രീൻ ആൻഡ് ഔട്ട് ഓഫ് ദ സ്ക്രീൻ. സ്ക്രീനിൻ്റെ ഉള്ളിലോട്ടും അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ പുറത്തോട്ടുള്ള മൂവ്മെൻറ്റാണ് എക്സാക്സിസ് ഡയറക്ഷൻ. അങ്ങനെ 3 രീതിയിൽ 3 ആക്സിസിലായിട്ട് 3D കോർഡിനേറ്റ്സിൽ മൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ സിസ്റ്റത്തിന് സാധിക്കും. ഇനി കൺട്രോൾ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ് ഹെഡിൻ്റെ എക്സ്, വൈ, സെഡ് ഡയറക്ഷനിലുള്ള മോഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ് സ്റ്റെം, നമ്മുടെ പ്രോബിൻ്റെ ടിപ്പ് എവിടെയാണെന്നുള്ളത് ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിലവിൽ എവിടെയാണ് പ്രോബ് സ്റ്റെം, അത് എവിടെയാണെന്നുള്ള ഇൻഫോർമേഷൻ ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ അടുത്ത പരിപാടി.
അപ്പോൾ ഒന്നാമത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ സെഡിലുള്ള മോഷനെ കൺട്രോൾ ചെയ്യുക. രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് പ്രോബ് സ്റ്റെം എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുക, എവിടെയാണെന്നുള്ള ഇൻഫോർമേഷൻ ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ സ്റ്റോർ ചെയ്ത ഇൻഫോർമേഷനൊക്കെ കൺട്രോൾ യൂണിറ്റ് നേരെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് കൊടുക്കും. സിസ്റ്റത്തിലെ സോഫ്റ്റ്വെയറുകൾ ഈ കിട്ടിയ ഇൻഫോർമേഷനെ, ഈ കിട്ടിയ ഡാറ്റയെ മൊത്തം ഉപയോഗിച്ചുകൊണ്ട് അതിനൊരു ആക്ച്വൽ ഷേപ്പായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് CMM മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത് പ്രോബ് ടിപ്പ്, പ്രോബ് സ്റ്റെം, പ്രോബ് ഹെഡ്, അതിൻ്റെ 3 കോർഡിനേറ്റ്സിലുള്ള മോഷൻ, കൺട്രോൾ യൂണിറ്റിൻ്റെ പരിപാടികൾ എന്തൊക്കെയാണ്, എന്താണ് കമ്പ്യൂട്ടർ സിസ്റ്റം ചെയ്യുക, ഇത്തരം കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പഠിക്കേണ്ടത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ലെങ്ത് മെഷർ ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ തന്നെ ആംഗിൾ മെഷർ ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സിനെ പറ്റി നമ്മൾ പഠിക്കാനുണ്ട്. പക്ഷേ വീഡിയോയിൽ നമ്മൾ ലീനിയർ മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിനെ പറ്റി മാത്രമാണ് ഡിസ്കസ് ചെയ്യുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ആംഗുലർ മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിനെ പറ്റി കൂടി നിങ്ങൾക്ക് നോക്കിയിട്ട് പോകാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് 3 ലീനിയർ മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിനെ പറ്റി പഠിക്കാം. നമുക്ക് പരിചയമുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് തന്നെയാണ് വെർനിയർ കാലിബർ, മൈക്രോമീറ്റർ, സ്ക്രൂ ഗേജ്, അതുപോലെ തന്നെ വെർനിയർ ഡെപ്ത് ഗേജ്. ആദ്യത്തെ ആളെന്ന് പറയുന്നത് മൈക്രോമീറ്റർ ആണ്. അതിൻ്റെ മറ്റൊരു പേരാണ് സ്ക്രൂ ഗേജ്. സ്ക്രൂ ഗേജ് അല്ലെങ്കിൽ മൈക്രോമീറ്റർ യൂസ് ചെയ്യുന്നത് ലെങ്ത്, വിഡ്ത്ത് അല്ലെങ്കിൽ തിക്നെസ് വളരെ ആക്യുറസിയോടുകൂടി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ മൈക്രോമീറ്ററിൻ്റെ ലീസ്റ്റ് കൗണ്ട്, അതായത് ആക്യുറസി എന്ന് പറയുന്നത്, അതിനെടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 0.01 മില്ലിമീറ്റർ ആണ്. 0.01 മില്ലിമീറ്റർ ആണ്. ഇനി ഇതിനകത്ത് വരുന്ന പാർട്സുകളെല്ലാം ഇവിടെ നമ്പർ ഇട്ട് താഴെ അതിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് ഫ്രെയിം. ഫ്രെയിം ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. 8ാമത്തെ നമ്പറാണ് ഫ്രെയിം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ യു ഷേപ്പ്ഡ് സ്ട്രക്ചറിനാണ് നമ്മൾ ഫ്രെയിം എന്ന് വിളിക്കുന്നത്. ഈ ഫ്രെയിമിൻ്റെ അകത്താണ് നമുക്ക് മെഷർ ചെയ്യേണ്ട ഒബ്ജക്റ്റുകളെ, വർക്ക് പീസിനെയൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു ഫ്രെയിമിൻ്റെ അകത്താണ്. അപ്പോൾ ഫ്രെയിമിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയ്ക്കുന്ന ബോഡിയെ സപ്പോർട്ട് ചെയ്യുക, അതാണ് ഫ്രെയിമിൻ്റെ ഫംഗ്ഷൻ. അത് യു ഷേപ്പാണുള്ളത്. ഇനി ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ട് എന്ന് പറയുന്നത് ആൻവിലും അതുപോലെ തന്നെ സ്പിൻഡിലുമാണ്. അതിനകത്ത് ആൻവിലിൻ്റെയും സ്പിൻഡിലിൻ്റെയും ഇടയിലാണ് നമ്മൾ മൈക്രോമീറ്റർ ഉപയോഗിച്ചാണ് ആൻവിലിൻ്റെയും സ്പിൻഡിലിൻ്റെയും ഇടയിലാണ് നമ്മൾ വർക്ക് പീസിനെ പ്ലേസ് ചെയ്യാറ്. ഇതിൻ്റെ അകത്ത് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാം നമ്പർ ആയിട്ടുള്ള ആൻവില് ഫിക്സഡ് ആണ്, അതിന് അനങ്ങാനായിട്ട് സാധിക്കില്ല. പക്ഷേ സ്പിൻഡിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഫ്രണ്ടോട്ടും ബാക്കോട്ടും നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആക്ച്വലി നമ്മുടെ സ്പിൻഡിലിൻ്റെ മൂവ്മെൻ്റ് ആണ്, ഫ്രണ്ടോട്ടും ബാക്കോട്ടുള്ള മൂവ്മെൻ്റ് ആണ് ഇവിടെ മെഷർമെൻറ്റ് എടുക്കുന്നത്. ഇനി അടുത്ത് വരുന്നത് 3ാമത്തെ പാർട്ടാണ്. അതിൻ്റെ പേര് ലോക്ക് നെറ്റ് എന്നാണ്. നമ്മൾ സ്പിൻഡിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. സ്പിൻഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ വർക്ക് പീസിനെ ടൈറ്റ് ആക്കി വെച്ചതിന് ശേഷം ഇതിനെ ലോക്ക് ചെയ്യണം. സ്പിൻഡിൽ പിന്നെ അനങ്ങാതിരിക്കാൻ വേണ്ടി നമുക്ക് ലോക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോക്ക് നെറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി മെഷർമെൻറ്റ് എടുക്കുന്നത് ബാരലും അതുപോലെ തന്നെ തിമ്പിളും യൂസ് ചെയ്തിട്ടാണ്. ഈ മെയിൻ സ്കെയിൽ വരുന്ന ഈ ഭാഗത്തിനാണ് നമ്മൾ ബാരൽ എന്ന് വിളിക്കുന്നത്. 2ാമത്തെ സ്കെയിൽ വരുന്ന ഈ റീജിയനാണ് നമ്മൾ തിമ്പിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബാരൽ എന്ന് പറയുന്നത് മെയിൻ സ്കെയിൽ റീഡിംഗ് ആണ്. തിമ്പിൾ 2ാമത്തെ റീഡിംഗ് ആണ്. അതിനകത്ത് 50 ഡിവിഷൻസ് വരുന്നുണ്ട്. ഈ തിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്പിൻഡിലിനെ ഫ്രണ്ടോട്ടും ബാക്കോട്ടും മൂവ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ സ്കെയിൽ റീഡിങ്ങും അതുപോലെ തന്നെ നമ്മുടെ തിമ്പിളിലെ റീഡിങ്ങും കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഫൈനൽ റീഡിംഗ് പറയാറുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മൈക്രോമീറ്റർ, സ്ക്രൂ ഗേജിനെ പറ്റി പറയാനുള്ളത്. നമുക്ക് അടുത്തതിലോട്ട് നീങ്ങാം. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് വെർനിയർ കാലിബർ ആണ്. വെർനിയർ കാലിബർ വർക്ക് പീസിൻ്റെ ലെങ്ത്ത്, അതുപോലെ തന്നെ ഡെപ്ത്ത്, അതുപോലെ ഔട്ടർ ആൻഡ് ഇന്നർ ഡയാമീറ്ററുകളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെർനിയർ കാലിബർ യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ ഔട്ടർ ഡയാമീറ്റർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു റീജിയനാണ് യൂസ് ചെയ്യാറ്, ഈ താഴെ കാണുന്ന റീജിയൻ. അതുപോലെ ഈ റീജിയൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ ഡയാമീറ്റർ മെഷർ ചെയ്യാറുള്ളത്, ഇന്റേണൽ ഡയമീറ്റർ മെഷർ ചെയ്യുള്ളത്. താഴെയുള്ള ഭാഗം എക്സ്റ്റേണൽ ഡയമീറ്ററിനും അതുപോലെ മേലുള്ള ഭാഗം ഇന്റേണൽ ഡയമീറ്ററുകൾക്കും വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ ഈ കാണുന്ന ഭാഗമാണ് നമ്മൾ ഡെപ്ത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.02 മില്ലിമീറ്റർ ആണ്. മൈക്രോമീറ്ററിൻ്റെ 0.01 മില്ലിമീറ്റർ ആണെങ്കിൽ അത് ഇവിടെ വെർനിയർ കാലിബറിലോട്ട് എത്തിയപ്പോൾ 0.02 മില്ലിമീറ്റർ ആയിട്ട് മാറി. പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഔട്ടർ ഡയമീറ്ററും എക്സ്റ്റേണൽ ഡയമീറ്ററും ഇന്റേണൽ ഡയമീറ്ററും മെഷർ ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ. അതിൻ്റെ അകത്ത് 2 ജോ കൂടി ചേർന്നാണ് ഈ സാധനം വരുന്നത്, 2 ജോസ്. അതിൻ്റെ അകത്ത് ഈ കാണുന്ന 2 ജോയും ഫിക്സഡ് ജോസ് ആണ്. നമുക്ക് നീക്കാൻ പറ്റുന്നത് ഈ കാണുന്ന 2 ജോയാണ്. നമുക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും അങ്ങ് മൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫിക്സഡ് ജോ ഉണ്ട്, അതുപോലെ തന്നെ മൂവബിൾ ആയിട്ടുള്ള ജോയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ഒബ്ജക്ട്സിനെ പ്ലേസ് ചെയ്യാറ്. ഓക്കെ, ഇനി സ്കെയിലായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മെയിൻ സ്കെയിലുണ്ട്, ഈ കാണുന്നതാണ് മെയിൻ സ്കെയിൽ. അതുപോലെ തന്നെ ഈ കാണുന്ന മൂവബിൾ ജോയുടെ ഭാഗത്ത് ഒരു വെർനിയർ സ്കെയിലും വരുന്നുണ്ട്. ഇങ്ങനെ 2 സ്കെയിലുകൾ കൂടി ചേർന്നാണ് ഇവിടെ നമ്മൾ വെർനിയർ കാലിബറിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കാറുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ മൈക്രോമീറ്റർ, സ്ക്രൂ ഗേജിൽ കണ്ട പോലെ ഇവിടെയും ഒരു ലോക്കിംഗ് നട്ട് അല്ലെങ്കിൽ ലോക്കിംഗ് സ്ക്രൂ ഉണ്ട്. ഇവിടെ അതിൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടില്ല. ലോക്കിംഗ് സ്ക്രൂ ഉണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തതിന് ശേഷം ജോ നമ്മൾ മൂവ് ചെയ്ത ഒബ്ജക്റ്റിനെ ടൈറ്റ് ചെയ്തതിന് ശേഷം ജോ പിന്നെ അനങ്ങരുത്, അതിന് വേണ്ടി നമുക്ക് അതിനെ ലോക്ക് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോക്കിംഗ് സ്ക്രൂ യൂസ് ചെയ്യാറുണ്ട്. കാലിബറിനെ പറ്റി പറയാനുള്ളത് എല്ലാ കാര്യങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫിഗർ വരയ്ക്കാൻ പഠിക്കുക, ഈ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എഴുതി വയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. നമുക്ക് അടുത്ത ഇൻസ്ട്രുമെൻറ്റിലോട്ട് നീങ്ങാം. ലാസ്റ്റത്തെ ലീനിയർ മെഷർമെൻറ്റ് എടുക്കുന്ന ഡിവൈസ് നമ്മൾ പഠിക്കുന്നത് വെർനിയർ ഡെപ്ത് ഗേജ് അല്ലെങ്കിൽ വെർനിയർ ഹൈറ്റ് ഗേജ് ആണ്. നമ്മുടെ വെർനിയർ സ്കെയിലിനോട് തുല്യമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് തന്നെയാണ്. വെർനിയർ ഡെപ്ത് ഗേജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെർനിയർ സ്കെയിലിനോട് തുല്യമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡെപ്ത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു വർക്ക് പീസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു യു ഷേപ്പുള്ള ഒരു ഡിപ്രഷൻ ഇവിടെ നമ്മുടെ വർക്ക് പീസിൽ വരുന്നുണ്ട്. ആ ഡിപ്രഷൻ്റെ
ഡെപ്ത് എത്രയാണെന്നുള്ളത്, എത്ര ആഴമുണ്ടെന്നുള്ളത് ഇവിടെ നമ്മൾ നമ്മുടെ വെർനിയർ ഡെപ്ത് ഗേജ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുന്നതാണ് ഫിഗർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബേസ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യും. ഈ ബേസ് നമ്മുടെ വർക്ക് പീസിൻ്റെ മേലെ കൊണ്ടുപോയി വയ്ക്കും. അതിനുശേഷം നമ്മൾ ഈ ഒരു മെയിൻ സ്കെയിൽ താഴത്തോട്ട് മൂവ് ചെയ്യും. അപ്പോൾ മെയിൻ സ്കെയിൽ താഴത്തോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് റിലേറ്റീവായിട്ടാണ് നമ്മുടെ വെർനിയർ സ്കെയിലിരിക്കുന്ന മൂവബിൾ ജോ ബാക്കോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന റീജിയൻ കണ്ടോ, ഈ കാണുന്ന റീജിയനാണ് നമ്മുടെ വെർനിയർ സ്കെയിലുള്ള മൂവബിൾ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ മൂവബിൾ ഹെഡ് ആണ് നമ്മുടെ ബേസിൻ്റെ തൊട്ട് മേലെ ഉള്ളത്. അത് നമ്മൾ നമുക്ക് നമ്മുടെ വർക്ക് പീസിൻ്റെ മേലെ വയ്ക്കും. അതിനുശേഷം മെയിൻ സ്കെയിൽ താഴത്തോട്ട് നമ്മളിങ്ങനെ ഇറക്കും. ഇവിടെ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ ഉണ്ട്. അതുപോലെ തന്നെ ഇറക്കി വെച്ചതിന് ശേഷം അതിനെ ലോക്ക് ചെയ്യാനായിട്ട് ലോക്കിംഗ് സ്ക്രൂ ഉണ്ട്. ഇനി ആക്യുറസി എന്ന് പറയുന്നത് നമ്മുടെ വെർനിയർ സ്കെയിലിനോട് തുല്യമാണ്. 0.02 മില്ലിമീറ്റർ തന്നെയാണ് വരുന്നത്. മെയിൻ സ്കെയിലിൻ്റെയും വെർനിയർ സ്കെയിലിൻ്റെ റീഡിംഗ് കൂടി ചേർന്നിട്ടാണ് ഇവിടെ നമ്മൾ റീഡിങ്സ് പറയാറുള്ളത്, പഠിക്കാനുള്ളത്. ഇപ്പോൾ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈൻ ബാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് പീസ് ഇവിടെ ബ്ലൂ കളർ കൊടുത്തിരിക്കുന്ന കമ്പോണൻ്റ് ആണ് നമ്മുടെ വർക്ക് പീസ്. നമ്മുടെ വർക്ക് പീസിൻ്റെ ഈ ഒരു അടിഭാഗത്തിൻ്റെ ആംഗിൾ എത്രയാണെന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യണം. അതായത് ഈ കാണുന്ന ആംഗിൾ എത്രയാണെന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈൻ ബാർ ഉപയോഗിക്കുന്നു. സൈൻ ബാർ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് സ്ലിപ്പ് ഗേജിൻ്റെ കോമ്പിനേഷനോട് കൂടിയിട്ടാണ്. ഈ കാണുന്നതാണ് സൈൻ ബാർ. അതിൻ്റെ അറ്റത്ത് 2 റോളേഴ്സ് ഉണ്ട്. നമുക്ക് കാണാം ഇവിടെ റോളറുണ്ട്, അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലും റോളറുണ്ട്. ഇനി പറഞ്ഞതുപോലെ സൈൻ ബാറും അതുപോലെ തന്നെ സ്ലിപ്പ് ഗേജും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ നിങ്ങൾ ഫിഗറിൽ കാണാം 2 സ്ലിപ്പ് ഗേജസിൻ്റെ സെറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് കാണാം. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കമ്പോണൻ്റ് ആണോ ആംഗിൾ മെഷർ ചെയ്യേണ്ടത് ആ കമ്പോണൻ്റ് നമ്മൾ ഈ കാണുന്ന രീതിയിൽ നമ്മുടെ സൈൻ ബാറിന് മുകളിൽ പ്ലേസ് ചെയ്യും. സൈൻ ബാറിന് മുകളിൽ പ്ലേസ് ചെയ്തതിന് ശേഷം ആദ്യം ഇവിടെ സ്ലിപ്പ് ഗേജസ് ഉണ്ടായിരിക്കില്ല. നമ്മൾ സൈൻ ബാറിൻ്റെ ഏതെങ്കിലും ഒരു റോളറിൻ്റെ അടിയിൽ ഇതുപോലെ സ്ലിപ്പ് ഗേജസ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അട്ടിയിട്ട് ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കും. മേലെയായിട്ട് ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കും. മേലെ വച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോൾ വരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു കമ്പോണൻ്റെ ഈ കാണുന്ന സർഫസ് പക്കാ ലെവലാവണം, പക്കാ ഹൊറിസോണ്ടലാവണം. അങ്ങനെ കറക്റ്റ് ഹൊറിസോണ്ടലാവുന്നത് വരെ നമ്മൾ സ്ലിപ്പ് ഗേജ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് ഇങ്ങനെ മേലോട്ട് ഉയർത്തിക്കൊണ്ടിരിക്കും. ഇനി പക്ക ഹൊറിസോണ്ടലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പ്രോബ് നമുക്ക് കാണാം ഇമേജിൽ. അതിൻ്റെ ബാക്കി ഇവിടെ ഇല്ലാത്തതാണ്, ബാക്കി കട്ടായി പോയതാണ്. അപ്പോൾ ആ പ്രോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയൽ ഇൻഡിക്കേറ്ററിൻ്റെ നമ്മൾ മുന്നേ പഠിച്ച മെക്കാനിക്കൽ കമ്പാരറ്റർ ഉണ്ടല്ലോ, ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് സർഫസിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ലെവൽ ചെക്ക് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള മെക്കാനിക്കൽ കമ്പാരറ്റർ മേലെ നമ്മൾ ഇങ്ങനെ ഈ ഒരു സർഫസിൻ്റെ മേലെ ഓടിച്ച് നോക്കും. അങ്ങനെ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സർഫസ് പക്ക ഹൊറിസോണ്ടൽ ആയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ പക്ക ഹൊറിസോണ്ടൽ ആവുന്നത് വരെ നമ്മൾ സ്ലിപ്പ് ഗേജസ് വെച്ച് നമ്മുടെ സൈൻ ബാറിൻ്റെ ഒരു എൻഡ് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും. കമ്പോണൻ്റ് ടോപ്പ് സർഫസ് പക്ക ലെവലായി കഴിഞ്ഞാൽ നമ്മുടെ സെറ്റപ്പ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ മെഷർമെൻ്റ് ആണ്. മെഷർമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രിഗണോമെട്രിക് ലോ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്, കാണാനായിട്ട് സാധിക്കും. ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് ഇതാണ്, അതുപോലെ തന്നെ ഒരു സൈഡ് ഇതാണ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ലെങ്ത് എൽ ഉള്ളത് ഒരു സൈഡ്, അതുപോലെ തന്നെ ഹൈറ്റ് എച്ച് ഉള്ളത് അടുത്ത സൈഡ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും വിത്ത് ആംഗിൾ തീറ്റ. ഇത് നമുക്ക് ഈ ഒരു ആംഗിൾ നമുക്ക് തീറ്റ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ട്രിഗണോമെട്രിക് ലോ വെച്ചിട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും 2 സൈഡുകൾ അറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ സൈൻ തീറ്റ സിഗിൾ എങ്ങനെ എഴുതാം? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എച്ച് ആണ്, ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് എല്ലാം. അത് സൈൻ തീറ്റ സിഗിൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. സൈൻ തീറ്റ സിഗിൾ ടു എച്ച് ബൈ എൽ. അതായത് എച്ചും എല്ലും നമുക്കറിയാം. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെച്ച സ്ലിപ്പ് ഗേജിൻ്റെ ഹൈറ്റ് ആണ്. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈൻ ബാറിൻ്റെ 2 റോളറുകളുടെ ഇടയിലുള്ള ദൂരമാണ്. ഇത് 2 നമുക്കറിയാമെങ്കിൽ നമുക്ക് ആംഗിൾ കണ്ടെത്താം. ഈ രീതിയിൽ ആംഗിൾ മെഷർ ചെയ്യാൻ നമുക്ക് സൈൻ ബാർ ഉപയോഗിച്ച് സാധിക്കും. അടുത്തത് ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ്. ഹൊറിസോണ്ടൽ ലെവലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് സ്പിരിറ്റ് ലെവൽ. നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മേസ്ത്രിമാരൊക്കെ ഈ പറയുന്ന സ്പിരിറ്റ് ലെവൽ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയാനായിട്ട് ഒന്ന് ഒരു കർവ്ഡ് ഗ്ലാസ് ട്യൂബാണ്. ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടി കർവ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ട്യൂബ് ഉണ്ടാവും. ഈ ഗ്ലാസ് ട്യൂബ് പക്കയായിട്ട് സീൽ ചെയ്തിരിക്കുമായിരിക്കും. ഈ ഗ്ലാസ് ട്യൂബിൻ്റെ അകത്ത് ഒരു ലിക്വിഡ് നമുക്ക് കാണാൻ പറ്റും. ഈ ലിക്വിഡ് മിക്കവാറും ആൽക്കഹോൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇനി ഈ ലിക്വിഡിൻ്റെ അകത്ത് ഒരു എയർ ബബിൾ ഉണ്ടാവും. ആ എയർ ബബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലെവലാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് പറയുന്നത്. അപ്പോൾ ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് എയർ ബബിൾ കൊടുത്തിരിക്കുന്നത്. ഇനി ലെവൽ പക്ക കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ കർവ്ഡ് ഗ്ലാസ് ട്യൂബിൻ്റെ അകത്ത് 2 ലൈനും ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ആ ലൈനിൻ്റെ ഇടയിൽ കറക്റ്റ് ബബിൾ വന്നു കഴിഞ്ഞാൽ, ബബിൾ ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സർഫസ് പക്ക ഹൊറിസോണ്ടൽ ലെവലാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്തുള്ള ഈ പറയുന്ന എയർ ബബിൾ ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കും സ്പിരിറ്റ് ലെവൽ ചിരിക്കുന്നതനുസരിച്ചിട്ട്. അപ്പോൾ കറക്റ്റ് ലെവലായി കഴിയുമ്പോൾ നമ്മുടെ സ്പിരിറ്റ് ലെവലിൻ്റെ അകത്തുള്ള എയർ ബബിൾ കറക്റ്റ് ഇങ്ങനെ 2 ലൈൻസ് ഉണ്ടാവും ആ ഗ്ലാസ് ട്യൂബിൻ്റെ അകത്ത്. കറക്റ്റ് ആ 2 ഗ്ലാസ് ട്യൂബിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്ന് നിൽക്കും. അന്നേരം നമ്മൾ ലെവലാണെന്ന് പറയും. ഇനി ഇതിനൊരു ബേസ് സർഫസ് ഉണ്ട് അടിഭാഗം. ആ ബേസ് സർഫസ് ആണ് നമ്മൾ ഏത് സർഫസിൻ്റെ ലെവലിനെസ് ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ആ സർഫസിൽ കൊണ്ടുവയ്ക്കുന്നത് ഈ പറയുന്ന ബേസ് സർഫസ് ആണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഓട്ടോ കൊളിമേറ്റർ. സർഫസിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെരിവുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് ഒന്ന് നോക്കാം. ഈ കാണുന്ന സർഫസിൻ്റെ ലെവൽനെസ് ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, അത് ലാമ്പാണ്. ആ ലാമ്പിലൂടെയുള്ള ലൈറ്റ് കടന്നു പോകുന്നത് ഒരു ടാർഗറ്റ് ഗ്രാറ്റിറ്റ്യൂഡിലൂടെയാണ്. അത് വേറെ ഒന്നുമല്ല, ലൈറ്റിന് പാറ്റേൺ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടാർഗറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തതാണ്. അതിൻ്റെ അകത്ത് കൂടെ കടന്നു പോകുന്ന സമയത്ത് ലൈറ്റിന് ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കിട്ടുവാണ്. ആ പാറ്റേൺ ഉള്ള ലൈറ്റാണ് നേരെ താഴത്തോട്ട് വന്ന് ബീം സ്പ്ലിറ്റർ എന്ന് പറയുന്ന ഭാഗത്തോട്ട് വരുന്നത്. ബീം സ്പ്ലിറ്ററാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളൊരു പാർട്ട്. ബീം സ്പ്ലിറ്ററിന് രണ്ട് രീതിയിലുള്ള ഫംഗ്ഷൻസ് ആണുള്ളത്. ഒന്ന്, അത് വരുന്ന ലൈറ്റിൻ്റെ ബീമിനെ റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അത് വന്ന് വീഴുന്ന ലൈറ്റിനെ തട്ടിത്തെറിപ്പിച്ച് പുറത്തോട്ട് വിടും. രണ്ടാമത്, അത് വരുന്ന ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യും, അതായത് അതിൻ്റെ അകത്ത് കൂടെ കടന്നു പോകാനായിട്ട് സമ്മതിക്കും. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻ ഇതിനുണ്ട്. ഈ രണ്ട് ഫംഗ്ഷനും കൂടെ കൂടി ചേരുമ്പോൾ അത് വരുന്ന ലൈറ്റിനെ രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് വിടും. അതാണ് ബീം സ്പ്ലിറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്കിങ്ങിൽ ബീം സ്പ്ലിറ്ററിൽ വരുന്നുണ്ട്. ആദ്യം അത് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും, പിന്നെ അത് ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അത് രണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ രണ്ട് ഒബ്ജക്റ്റീവ് ലെൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ലെൻസ് ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് രണ്ട് ദിശയിലോട്ട് ഇങ്ങനെ പോകുന്ന രണ്ട് ദിശയിലോട്ട് പോകുന്ന ലൈറ്റിനെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ നമ്മുടെ സർഫസിലോട്ട്, നമുക്ക് ലെവൽനെസ് ചെക്ക് ചെയ്യേണ്ട സർഫസിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് രണ്ട് സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസുകളുടെയും ഫംഗ്ഷൻ. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ലാമ്പ് പ്രൊഡ്യൂസ് ചെയ്ത ലൈറ്റ് റേസ്, രണ്ട് ലൈറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ടാർഗറ്റ് ഗ്രാറ്റിറ്റ്യൂൾസിലൂടെ കടന്ന് നമ്മുടെ ബീം സ്പ്ലിറ്ററിലെത്തും. ബീം സ്പ്ലിറ്ററിൻ്റെ ആദ്യത്തെ പരിപാടി നമ്മൾ പറഞ്ഞായിരുന്നു, അത് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിവിടെ വന്ന് ചാടി ലൈറ്റിനെ അപ്പോൾ തന്നെ തട്ടി തെറിപ്പിച്ച് ലൈറ്റ് ബൗൺസ് ചെയ്ത് നേരെ നമ്മുടെ രണ്ട് ഒബ്ജക്റ്റീവ് ലെൻസുകൾ വഴി നമ്മുടെ സർഫസിൽ വന്ന് ചാടും. ഇനി സർഫസിന് ചെരിവൊന്നുമില്ലെങ്കിൽ, ആദ്യം കാണിച്ചിരിക്കുന്ന കേസ് സർഫസിന് ചെരിവില്ലാത്ത കേസാണ്. ഈ കാണുന്ന ഡാർക്ക് ലൈൻസ് എന്ന് പറയുന്നത് സർഫസ് ചെരിവില്ലാത്ത കേസിലുള്ള സമയത്താണ്. സർഫസിൽ ചെരിവൊന്നുമില്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ വന്ന ലൈറ്റ് റേസ് വന്ന അതേ വഴിയിലൂടെ തന്നെ, ഏത് വഴിയിലൂടെയാണോ വന്നത് അതേ വഴിയിലൂടെ തന്നെ തിരിച്ച് റിട്ടേൺ പോകും. അതായത് ഈ കറുത്ത ബ്ലാക്ക് ലൈൻസ് ആണ് വന്ന വഴി റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതേ ലൈൻസിലൂടെ തന്നെ തിരിച്ച് റിട്ടേൺ പോകും. അങ്ങനെ റിട്ടേൺ പോയി വീണ്ടും ബീം സ്പ്ലിറ്ററിലെത്തും. ഈ സമയത്ത് ബീം സ്പ്ലിറ്റർ അതിനെ റിഫ്ലക്റ്റ് ചെയ്യില്ല, പകരം അതിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷനായ ട്രാൻസ്മിറ്റിംഗ് ഉപയോഗിക്കും. ട്രാൻസ്മിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന് യാതൊരു കുഴപ്പം കൂടാതെ അതിൻ്റെ അകത്തൂടെ കടത്തിവിടാനായിട്ട് സമ്മതിക്കും. അപ്പോൾ ഈ പറയുന്ന ഡാർക്ക് ലൈൻസ് ഉള്ള ലൈറ്റ് ഇങ്ങനെ ഈ ബീം സ്പ്ലിറ്ററിലൂടെ കടന്ന് അപ്പുറത്തെ സൈഡിലെത്തും. ഇനി അപ്പുറ സൈഡിൽ ഒരു ഐ പീസ് ഉണ്ട്. ഈ ഐ പീസിലൂടെയാണ് ഒബ്സർവർ ലൈറ്റ് റേനെ നോക്കി കാണുന്നത്. ഈ ലൈറ്റ് റേ വന്നിരിക്കുന്നത് ഇവിടെയായിട്ട് നമുക്ക് കാണാം അല്ലേ. അതൊരു മൈക്രോമീറ്റർ ആണ്, മെഷർമെൻറ്റ്സ് ഉള്ള ഒരു സ്കെയിലാണത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ലൈറ്റ് റേ വന്നിരിക്കുന്നത് ഒരു സിംഗിൾ പോയിന്റിലാണ്, ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സിംഗിൾ പോയിന്റിലായിട്ട് നമുക്ക് ലൈറ്റ് റേ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നമ്മൾ ഈ ഐ പീസിലൂടെ നോക്കുന്ന സമയത്ത് ഒരു സിംഗിൾ പോയിന്റിലാണ് ലൈറ്റ് റേ വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സർഫസിന് യാതൊരു തരത്തിലുള്ള ചെരിവും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ചെരിവുള്ള കേസ് നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. ഡാഷ്ഡ് ലൈൻ, ഈ ചെരിച്ച് കാണിച്ചിരിക്കുന്നതാണ് ഡാഷ്ഡ് ലൈൻ. അതാണ് ചെരിഞ്ഞ സർഫസിനെ കാണിക്കുന്നത്. നമ്മുടെ സർഫസ് ചെരിഞ്ഞതായിരുന്നെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പൊക്കെ സെയിം തന്നെ, ടാർഗറ്റ് ഗ്രാറ്റിലൂടെ ലൈറ്റ് വന്ന് ബീം സ്പ്ലിറ്ററിലിടിക്കും. ഈ കറുത്ത ലൈൻസ് ആണ് ലൈറ്റ് പോകുന്നതിൻ്റെ പാത്ത്. ലൈറ്റ് വന്ന് നമ്മുടെ ആദ്യത്തെ കേസിലെ പോലെ തന്നെ നമ്മുടെ ലൈറ്റ് വന്നിരിക്കും. ഇത്തവണ പക്ഷേ ഇടിച്ചത് ചെരിഞ്ഞ സർഫസിലാണ്, ആംഗിൾ ചെരിഞ്ഞിരിക്കുന്ന സർഫസിലാണ്. അപ്പോൾ ചെരിഞ്ഞിരിക്കുന്ന സർഫസിൽ ഇടിച്ച ലൈറ്റ് റേ തിരിച്ചു പോകുന്ന വഴി കാണിച്ചിരിക്കുന്നത് ഈ കാണുന്ന ഡോട്ടഡ് ലൈൻസാണ്, ഈ കാണുന്ന ഡാഷ്ഡ് ലൈൻസാണ്. ഈ ഡാഷ്ഡ് ലൈൻസ് ബീം സ്പ്ലിറ്ററിലൂടെ കടന്നു പോകും. ബീം സ്പ്ലിറ്റർ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ട്രാൻസ്മിറ്റ് ചെയ്ത ലൈറ്റ് റേ ഇവിടെ നമ്മുടെ മൈക്രോമീറ്ററിലെത്തും. മൈക്രോമീറ്ററിലെത്തുമ്പോൾ നമുക്ക് കാണാം, ആദ്യത്തെ കേസ് പോലെയല്ല, ഇവിടെ രണ്ട് പോയിന്റിലായിട്ടാണ് ലൈറ്റ് വന്ന് പതിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഐ പീസിലൂടെ നോക്കുമ്പോൾ കാണാം, രണ്ട് പോയിന്റുകൾ കാണാൻ പറ്റും. ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരം കാണിക്കുന്നത് നമ്മുടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ സർഫസിലുള്ള ചെരിവിനെയാണ്. ചെരിവൊന്നുമില്ലെങ്കിൽ സിംഗിൾ പോയിന്റാണ് കാണിക്കുള്ളൂ. ചെരിവുണ്ടെങ്കിൽ രണ്ട് പോയിന്റായിട്ട് കാണിക്കും. ആ രണ്ട് പോയിന്റുകളുടെ ദൂരം കാണിക്കുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ സർഫസ് എത്ര ആംഗിളാണ് ചെരിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് ബീം സ്പ്ലിറ്ററിൻ്റെ വർക്കിംഗ്, ഓട്ടോകോളിമീറ്ററിൻ്റെ വർക്കിംഗ്. അടുത്ത് നമുക്ക് ലാസ്റ്റായിട്ട് പഠിക്കാനുള്ള ടോപ്പിക്ക്, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ടോപ്പിക്ക്. അവിടെ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ടോപ്പിക് എന്ന് പറയുന്നത് മെഷീൻ ടൂൾ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലെത്തുന്ന കമ്പോണൻസിനെ ഷേപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് മെഷീൻ ടൂൾ ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള എറർ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി അതിനെ ഷേപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ എററൊക്കെ ഉണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യും. ഇനി കൃത്യത ഇല്ലെങ്കിൽ, സൈസിലും ഷേപ്പിലും ഡയമെൻഷൻസിലൊക്കെ കൃത്യത ഇല്ലെങ്കിൽ നമുക്ക് അത് ഇൻ്റർചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇൻ്റർചേഞ്ചബിലിറ്റി എന്ന് പറഞ്ഞ സാധനം അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഒരു മെഷീൻ പാർട്ട് ഉണ്ട്, ഒരു വണ്ടിയിൽ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ പാർട്ടാണ് ആയിരിക്കുക. അതിൻ്റെ മെഷർമെൻറ്റ്സ് കറക്റ്റ്ലി നമുക്ക് അതേപോലെ തന്നെ മറ്റൊരു വണ്ടിയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? പറ്റില്ല. അതാണ് നമ്മൾ ഇൻ്റർചേഞ്ചബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡയമെൻഷൻസ് എല്ലാം കൃത്യമായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഷീൻ ടൂൾ ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് 3 മാർക്കിന് ചോദിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിവിടെ ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വായിച്ചു നോക്കുക. ഇനി താഴെ വേരിയസ് ടെസ്റ്റ് കണ്ടക്ടിങ് മെഷീൻ ടൂൾ ടെസ്റ്റിംഗ് കാണിച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ്നെസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസ് സ്ട്രെയിറ്റ് ആണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. സ്ക്വയർനെസ് ടെസ്റ്റിംഗ്, പാരലിസം ടെസ്റ്റിംഗ്, കൊയാക്സിയാലിറ്റി ടെസ്റ്റിംഗ്, റൗണ്ട്നെസ് ടെസ്റ്റിംഗ്, റൺ ഔട്ട് ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള മെഷീൻ ടൂൾ ടെസ്റ്റിങ്ങുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് റൗണ്ട്നെസ് ടെസ്റ്റിങ്ങും അതുപോലെ തന്നെ സ്ട്രെയിറ്റ്നെസ് ടെസ്റ്റിംഗുമാണ്. അതായത് റൗണ്ട്നെസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ടെസ്റ്റ് പീസ് കറക്റ്റ് സർക്കിളാണോ, കറക്റ്റ് പക്കാ സർക്കിൾ ഷേപ്പ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അത് നമ്മൾ റൗണ്ട് ടെസ്റ്റ് വിളിക്കും. രണ്ടാമത്തത് സ്ട്രെയിറ്റ്നെസ് ടെസ്റ്റ്, നമുക്ക് തന്നിരിക്കുന്ന സർഫസ് പക്ക ലെവലാണോ, അതിൻ്റെ ലെവലിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ സ്ട്രെയിറ്റ്നെസ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്.
റൗണ്ട്നെസ് ടെസ്റ്റ് അല്ലെങ്കിൽ സർക്കുലാരിറ്റി ടെസ്റ്റ് നോക്കാം. അവിടെ വരുന്ന നമുക്ക് ആവശ്യമായിട്ട് വരുന്ന എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് വി ബ്ലോക്കാണ്. ഈ കാണുന്ന നമ്മുടെ വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ബ്ലോക്കിനെയാണ് നമ്മൾ വി ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തത് ഡയൽ ഇൻഡിക്കേറ്റർ ആണ്. നമ്മൾ ഈ മൊഡ്യൂളിൽ തന്നെ പഠിച്ചേക്കണതാണ് എങ്ങനെയാണ് ഡയൽ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത്. ഡയൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ കമ്പാരറ്ററിൻ്റെ വേറൊരു പേരാണ്. ഡയൽ ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് സർഫസിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ ഡയൽ ഇൻഡിക്കേറ്ററിൻ്റെ പ്ലഞ്ചർ മേലോട്ടും താഴത്തോട്ടും മൂവ് ചെയ്യും. ആയിട്ടാണ് നമ്മുടെ ഈ വി ബ്ലോക്കിൻ്റെ അടിയിൽ നമുക്ക് ഒരു സപ്പോർട്ടേലാണ് ഈ സാധനം വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ താഴെ വരുന്ന സപ്പോർട്ട് പ്ലേറ്റിനാണ് നമ്മൾ സർഫസ് പ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അവസാനത്തെ നമ്മുടെ കമ്പോണൻറ്റ് നമ്മുടെ വർക്ക് പീസാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ഒരു ഒബ്ജക്റ്റാണ്. ഇത് ഒരു ഷാഫ്റ്റൊക്കെ ആയിട്ട് നമുക്ക് വേണ്ടി കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഷാഫ്റ്റിനെ നമ്മുടെ വി ബ്ലോക്കിൻ്റെ മേലെ പ്ലേസ് ചെയ്യും, ഈ കാണുന്ന രീതിയിൽ പ്ലേസ് ചെയ്യും. അതിൻ്റെ മേലെ നമ്മുടെ ഡയൽ ഇൻഡിക്കേറ്റർ വയ്ക്കും. ഇനി നമ്മളെന്താ ചെയ്യുക, നമുക്ക് ഈ ഒരു ഷാഫ്റ്റിൻ്റെ എല്ലാ ഭാഗവും ഡയൽ ഇൻഡിക്കേറ്ററിലൂടെ ടച്ച് ചെയ്ത് പോകണം. അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ഡയൽ ഇൻഡിക്കേറ്ററിനെ നമ്മൾ ഈ കാണുന്ന ഷാഫ്റ്റിനെ കറക്കും. ഷാഫ്റ്റിനെ കറങ്ങുന്ന സമയത്ത് ഷാഫ്റ്റിൻ്റെ സർഫസിലൂടെ ഡയൽ ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഓടും. എവിടെയെങ്കിലും സർഫസിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഡയൽ ഇൻഡിക്കേറ്റർ അതിനനുസരിച്ചിട്ട് മേലോട്ട് അല്ലെങ്കിൽ താഴത്തോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ആ മൂവ്മെൻറ്റ് നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഡയൽ ഇൻഡിക്കേറ്റർ പഠിച്ചപ്പോൾ അത് നമുക്കൊരു സാധിക്കും. സൂചിയുടെ അനക്കം, ഒരു സ്കെയിലിൽ സൂചി ഇങ്ങനെ അനങ്ങുന്നതായിട്ട് എന്നുള്ള രീതിയിൽ നമുക്കത് കാണാനായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ എത്രത്തോളം മാറ്റമുണ്ട് അതിൻ്റെ സർഫസിൽ, എത്രത്തോളം റൗണ്ട്നെസ് അതിന് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈ രീതിയിൽ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് റൗണ്ട്നെസ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സർക്കുലാരിറ്റി ടെസ്റ്റിംഗ്. അതിൻ്റെ പ്രൊസീജിയർ ഈ പറഞ്ഞ രീതിക്ക് ഇവിടെ വിശദമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്ട്രെയിറ്റ്നെസ് ടെസ്റ്റിംഗ് ആണ്. അതായത് നമ്മുടെ തന്നിരിക്കുന്ന സർഫസ്, തന്നിരിക്കുന്ന വർക്ക് പീസ് സ്ട്രെയിറ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്ന് പറയുന്നത് ഒന്ന് സർഫസ് പ്ലേറ്റ് ആണ്, ഈ കാണുന്ന സർഫസ് പ്ലേറ്റ് ആണ്. രണ്ടാമത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സാധനം, ഇതോട്ട് നമ്മുടെ ഡയൽ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ മെക്കാനിക്കൽ കമ്പാരറ്റർ നമ്മൾ ഈ സാധനത്തിനെ വിളിക്കും. അപ്പോൾ ഇതിൻ്റെ പ്ലഞ്ചറാണ് മേലെ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ഡയൽ ഇൻഡിക്കേറ്റർ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ വർക്ക് പീസാണ്. ഇവിടെ നമ്മുടെ വർക്ക് പീസ് കാണിച്ചില്ല. വർക്ക് പീസ് എവിടെയായിരിക്കും വയ്ക്കുക, നമ്മുടെ സർഫസ് പ്ലേറ്റിൻ്റെ മേലെയായിരിക്കും വർക്ക് പീസ് വയ്ക്കുക. അതിൻ്റെ മേലെയാണ് പ്ലഞ്ചർ വയ്ക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് സിമ്പിളാണ്. സർഫസ് പ്ലേറ്റിൻ്റെ മേലെ വർക്ക് പീസ് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. അതിനുശേഷം വർക്ക് പീസിൻ്റെ മേലെ കൂടെ നമ്മുടെ ഡയൽ ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഓടിച്ച് നോക്കുക. ലെഫ്റ്റോട്ടും റൈറ്റോട്ടും ഓടിച്ച് നോക്കുന്ന സമയത്ത് സർഫസിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഡയൽ ഇൻഡിക്കേറ്റർ അത് പോയിന്ററിൻ്റെ ഡിഫ്ലക്ഷനിലൂടെ കാണിച്ചു തരും. ആ ഡിഫ്ലക്ഷൻ ഒബ്സർവ് ചെയ്ത് നമ്മൾ എത്രത്തോളം എറർ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഈ രീതിയിലാണ് നമ്മൾ സ്ട്രെയിറ്റ്നെസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ സ്കിപ്പ് ചെയ്തൊരു ടോപ്പിക് ഉണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിൽ നോക്കി സ്വയം വേണമെങ്കിൽ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. എല്ലാം പഠിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. നമ്മൾ ലീനിയർ മെഷർമെൻറ്റ്സിൽ 3 ഡിവൈസുകളെ പറ്റി പഠിച്ചു. വെർനിയർ കാലിബറും, മൈക്രോമീറ്റർ, സ്ക്രൂ ഗേജും, വെർനിയർ ഡെപ്ത് ഗേജും. അതുപോലെ തന്നെ 3 ആംഗിൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സും കൂടെ ഉണ്ട്. പ്രൊട്രാക്ടർ, സൈൻ ബാർ, അതുപോലെ ബെവൽ പ്രൊട്രാക്ടർ. അതിൻ്റെ തോരം നമ്മൾ പഠിച്ചു, സൈൻ ബാർ നമ്മൾ പഠിച്ചു, പ്രൊട്രാക്ടറും അതുപോലെ തന്നെ ബെവൽ പ്രൊട്രാക്ടർ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഞാൻ ഗ്രൂപ്പിൽ നോട്ട് ഇടുമ്പോൾ അതിൻ്റെ നോട്ട് കൂടെ ഇട്ടേക്കാം. അതൊന്ന് നിങ്ങളൊന്ന് റെഫർ ചെയ്ത് തരാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റൻസ് മസ്റ്റായിട്ടും നിർബന്ധമായിട്ടും പഠിക്കണം. മനസ്സിലായില്ലെങ്കിൽ റീവാച്ച് ചെയ്ത് വീണ്ടും വീഡിയോ വാച്ച് ചെയ്ത് മനസ്സിലാക്കി പഠിക്കണം.